ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. ഇറ്റ്സ് മീ ഏഞ്ചൽ. അപ്പോൾ നമ്മുടെ NMMS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സാറ്റ് എന്ന് പറയുന്നത്. എന്നാലും പല കുട്ടികളും ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ഒരു ഭാഗവും കൂടിയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ NMMS സാറ്റ് പഠനം എളുപ്പമാക്കാം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമിൻ്റെ മാർക്ക് സ്ട്രക്ചർ ആണ് അല്ലേ, അതുപോലെ എക്സാം പാറ്റേൺ ആണ്. അപ്പോൾ സാറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മൊത്തം 90 ചോദ്യങ്ങളാണ് വരിക. ഈ 90 ചോദ്യങ്ങളിൽ ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതമായിരിക്കും. എത്ര മാർക്കാണ്? ഓരോ മാർക്കായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ 90 ചോദ്യങ്ങൾ കാണും, അതിന് ഓരോന്നിനും ഓരോ മാർക്കായിരിക്കും. മൊത്തം ഈ ഒരു എക്സാം വരുന്നത് 90 മാർക്കിലായിരിക്കും. അപ്പോൾ ഈ 90 ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് മാർക്കിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 90 ചോദ്യങ്ങൾ ഏത് ഭാഗങ്ങളിൽ നിന്നായിരിക്കും വരിക? അപ്പോൾ നിങ്ങളിപ്പോൾ നിലവിൽ 8ൽ പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? അപ്പോൾ 8ൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും നേരത്തെ നിങ്ങൾ 7ത്തിലൊക്കെ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഈ 3 സബ്ജക്റ്റുകളിൽ നിന്നാണ് സാറ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നിങ്ങളുടെ 7ത്തിലും 8ത്തിലുമായിട്ടുള്ള പാഠപുസ്തകങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. അപ്പോൾ സയൻസിൽ നിങ്ങൾക്ക് നമ്മുടെ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഈ 3ൽ നിന്നും കൂടി 35 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോഷ്യൽ സയൻസിൽ അതുപോലെ തന്നെ 35 മാർക്ക്, മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ 20 മാർക്ക്. അപ്പോൾ സയൻസും സോഷ്യൽ സയൻസും മാത്രമായിട്ട് നിങ്ങൾക്ക് 35 വെച്ച് 70 അല്ലേ, 70 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട ഭാഗം ഏതൊക്കെയാണ്? സയൻസും സോഷ്യൽ സയൻസുമാണ്. അപ്പം ഇപ്പൊ ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളതാണ് മിസ് ഇനി പറയാൻ പോകുന്നത്. ആ 3 കാര്യങ്ങൾ 3 രീതിയിൽ നിങ്ങൾ ആ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ പറയുന്ന NMMS സാറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യത്തെ എന്ന് വെച്ചാൽ പാഠപുസ്തകങ്ങൾ എന്ത് ചെയ്യാം? മിസ് പറഞ്ഞു നമ്മുടെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗത്തു നിന്നൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാമെന്നല്ലേ. അപ്പോൾ ആ പാഠപുസ്തകങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വായിക്കുക. എല്ലാ ചാപ്റ്റേഴ്സും ലൈൻ ബൈ ലൈൻ, ഓരോ എക്സ്പെരിമെന്റ് പോലും വിടാതെ നന്നായിട്ട് വായിക്കുക. അതിൽ ആ വായിക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഓരോ ചാപ്റ്റർ പേരെഴുതി ഓരോന്നിൻ്റെയും ടോപ്പിക്കിന്റെ ഹെഡിങ് ഒക്കെ കൊടുത്ത് ആ ടോപ്പിക്കിന്റെ അടിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ചെറിയ ഷോർട്ട് നോട്ടുകളായിട്ട് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. എന്നിട്ട് ആ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ഈ സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ഓരോ തവണയും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ആ ചെറിയ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാകുമ്പോൾ നിങ്ങൾക്ക് എന്താ അത് ഓർമ്മ കിട്ടും, പെട്ടെന്ന് റിവൈസ് ചെയ്യുകയാണ് നിങ്ങൾ ശരിക്കും. അപ്പോൾ അങ്ങനെ ലഘുവായിട്ടുള്ള ചെറിയ കുറിപ്പുകൾ എന്ത് ചെയ്യുക? നിർമ്മിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് NMMSന്റെ നമ്മുടെ ഗൂഗിളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് സെർച്ച് ചെയ്തെടുത്ത് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ എല്ലാ വർഷവും റിപ്പീറ്റ്ലി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ത് ചെയ്യുക? മെയിൻലി കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്ത് നന്നായിട്ട് ഒന്ന് പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ 3 രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും NMMS സാറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ മിസ് പറഞ്ഞു സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് അല്ലേ, ഈ 3 വിഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക. അപ്പോൾ അതിൽ സയൻസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ ലോസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അല്ലെ. ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഒരുപാട് ലോകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഈ ലോസ് ഒക്കെ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോർമുലകൾ പഠിക്കാനുണ്ടാവും. പിന്നെ അതുപോലെ ചിത്രങ്ങൾ അല്ലേ, സ്ട്രക്ചേഴ്സ്, എക്സ്പെരിമെന്റുകൾ അല്ലേ, അതായത് ശാസ്ത്ര പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ സോഷ്യൽ സയൻസിലോട്ട് വരുമ്പോഴേക്കും ചരിത്രത്തിലെ പ്രധാന തീയതികൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് ഡേറ്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതിനകത്ത്. ആ ഡേറ്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഇന്ത്യയുടെ ഭൂപടം, നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് പഠിക്കാനുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് മെയിൻ ആയിട്ടൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് മാത്സിലോട്ട് വരുമ്പോൾ മക്കളെ, മാത്സിന് 20 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്സ് വിട്ടുകളയാൻ പറ്റില്ല. അപ്പോൾ 20 മാർക്കാണെങ്കിലും മാത്സിൽ എന്ത് ചെയ്യുക? നിങ്ങൾ അതിൻ്റെ അകത്തുള്ള ഫോർമുലകൾ അല്ലേ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫോർമുലകളൊക്കെ എന്ത് ചെയ്യുക? ആദ്യം ഒന്ന് കാണാപ്പാഠം പഠിക്കുക, നന്നായിട്ടൊന്ന് പഠിക്കുക, ഓർത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യുക?
നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റും? എന്തിന് പറ്റും? നിങ്ങൾക്ക് ആ പറയുന്ന 1 മിനിറ്റ് അല്ലെ, മിസ് പറഞ്ഞു 1 മിനിറ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി കിട്ടുക. അപ്പൊ ആ 1 മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു മാത്സിന്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റുകയല്ലേ? അങ്ങനെ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സും പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമ്മുടെ സാറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലൊക്കെ നമ്മുടെ ഈ പറയുന്ന NMMSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സും ടിപ്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. അപ്പം അത്രയുള്ള മക്കളെ, ഓക്കെ ബൈ.